മുന്നണിക്കും മേലെ പോയോ അഡീഷണൽ DGP രാജു പി നായർ? അരുൺകുമാർ, ഈ ഇടത് അനുഭാവി എങ്ങനെ ഇടതല്ലാതെ ആയിപ്പോയി എന്നുള്ളതിന്റെ ഉത്തരം അദ്ദേഹം പറഞ്ഞ മറുപടിയിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, RSSനെ പോലൊരു സംഘടന, ഒന്നാമത്തെ കാര്യം, ഒരു IPS ഓഫീസർക്കോ IAS ഓഫീസർക്കോ അല്ലെങ്കിൽ മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കീ പോസ്റ്റിലിരിക്കുന്നവർക്ക്, പോട്ടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയോ മറ്റുള്ളവരെയോ പോയി കാണണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി എടുത്തു വേണം പോകാൻ. അതല്ലാതെ പോകാൻ കഴിയില്ല. സർക്കാരിന്റെ മുൻകൂർ അനുമതി എടുത്തില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ ഒരു തീവ്രവാദ സംഘടനയുടെ നേതാവ്, ആ തീവ്രവാദ സംഘടനയുടെ നേതാവിനെ തൻ്റെ ഒഫീഷ്യൽ കാർ ഹയാത്തിൽ കൊണ്ടുപോയിട്ട് മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ പോയി അദ്ദേഹത്തെ മറ്റൊരു RSS നേതാവിനൊപ്പം പോയി കണ്ടു. മറ്റൊരു നേതാവിനെ കണ്ടു. ആരോട് പറഞ്ഞു? RSS എന്ന് പറയുന്ന മതരാഷ്ട്രവാദം പറയുന്നവർ തീവ്രവാദ സംഘടനയാണ്. മതരാഷ്ട്രവാദം പറയുന്നത് തീവ്രവാദ സംഘടനകൾ മാത്രമേ മതരാഷ്ട്രവാദം പറയുള്ളൂ. നിങ്ങളുടെ അങ്ങയുടെ സംസ്കാരത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. രാജു പി നായരുടെ സംസ്കാരത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. തന്നെ എന്നാണ് വിളിക്കുന്നത്. നീ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. നിങ്ങൾ വീട്ടിൽ വിളിക്കുന്ന ഭാഷയിൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. താങ്കൾക്ക് പ്രതികരിക്കാനുള്ള അവസരമുണ്ട്. വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയാനുള്ള വേദിയാണ്. നീ ഇതിനെ കരുതണ്ട. വരാം ഉല്ലാസ് ബാബു, വരാം. ഞാൻ അദ്ദേഹം ഒന്ന് പറഞ്ഞു നിൽക്കട്ടെ. താങ്കൾക്ക് പ്രതികരിക്കാനുള്ള സമയം ഞാൻ നൽകാം. താങ്കൾ അപ്പോൾ പ്രതികരിച്ചോളൂ. താങ്കൾക്ക് ആ അഭിപ്രായത്തോട് വിയോജിക്കാം. താങ്കൾക്ക് അഭിപ്രായത്തോട് വിയോജിക്കാം. ഓക്കെ, താങ്കൾ തുടർന്നോളൂ രാജു പി നായർ. വിയോജിക്കല്ല, പറയാൻ പാടാത്ത അഭിപ്രായം പറയുമ്പോൾ കോൺഗ്രസിന്റെ നിലപാടാണ്. കോൺഗ്രസ് കാലാകാലങ്ങളായി ഗാന്ധിവധം അടക്കമുള്ള കാര്യങ്ങളിൽ RSSനെ നിരോധിക്കുന്നത് മുതൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന പ്രഖ്യാപിതമായ നിലപാടാണ് ഉല്ലാസ്. എനിക്കെങ്ങനെ അത് നിഷേധിക്കാൻ പറ്റും? അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അത് താങ്കൾ വിയോജിച്ചോളൂ. അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടാണ്. ഉല്ലാസ് ബാബു, അത് രാജു പി നായരുടെയും കോൺഗ്രസിന്റെയും നിലപാടാണ്. താങ്കൾ അതിനോട് വിയോജിച്ചോളൂ. രാജു പി നായർക്ക് തുടരാം. പുണ്യ സംഘടനയെ കുറിച്ച് വർത്തമാനം പറയാമെന്നോ? ശരി, അത് രാജു പി നായർ വിശദീകരിക്കട്ടെ. എന്തുകൊണ്ടാണ് അദ്ദേഹം അതിനെ തീവ്രവാദ സംഘടനയെ വിശേഷിപ്പിച്ചത്? രാജു പി നായർ വിശേഷിപ്പിക്കട്ടെ. ഒരു നിമിഷം ഉല്ലാസ് ബാബു. രാജു പി നായർ തുടരാം. ഞാൻ പറഞ്ഞല്ലോ, മതരാഷ്ട്രവാദം ഉയർത്തുകയും ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ പേര് തീവ്രവാദം എന്നാണെങ്കിൽ അത് IS ഉൾപ്പെടെയുള്ള മറ്റു സംഘടനകൾ നടത്തുമ്പോൾ മാത്രമല്ല, അത് RSS നടത്തുമ്പോഴും തീവ്രവാദം തന്നെയാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. അത്തരത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടന, അതിന്റെ നേതാവ് ഈ രാജ്യത്ത് നിന്ന് മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പദവി നൽകേണ്ടതില്ല എന്ന് വാദിക്കുന്ന ഹൊസാബ്ലയെ കണ്ടതിന് ശേഷം പിറ്റേ ദിവസം തന്നെ 2 നേതാക്കന്മാരെ കണ്ടതിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കയ്യിൽ മേടിച്ചു വെച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ 1.5 വർഷക്കാലം ഒരു നടപടിയും എടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ഞാൻ അവരെ നേരിട്ട് വിട്ടതാണ്. ഞാൻ ചോദിക്കട്ടെ അരുൺകുമാറെ, സ്പ്രിംഗ്ലർ അഴിമതി നടക്കുമ്പോ ശിവശങ്കർ CPIയുടെ ഓഫീസിൽ പോയി കണ്ടു ഇല്ലേ? സ്പ്രിംഗ്ലർ അഴിമതിയുടെ ആരോപണം നടക്കുമ്പോൾ IAS കാരനായിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ CPIയുടെ ഓഫീസിൽ ചെന്ന് കണ്ടു. നമ്മൾ അന്ന് ചോദിച്ച ചോദ്യമല്ലേ, എന്തിനാണ് സർക്കാരിന്റെ നയത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു IAS ഉദ്യോഗസ്ഥൻ ഒരു രാഷ്ട്രീയ പാർട്ടി എടുത്ത് പോകുന്നത്? നമ്മൾ ചോദിച്ച ചോദ്യമല്ലേ. ഇവിടെ ഒരു ക്രമസമാധാന ചുമതലയുള്ള ADGP ഒരു തീവ്രവാദ സംഘടനയുടെ നേതാവിനെ പോയി കാണുകയാണ്. ഒരു പ്രശ്നവുമില്ല. 1.5 വർഷമായിട്ട് ഒരു നടപടിയില്ല. ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ പോലും നടപടിയുണ്ടോ? എന്തുകൊണ്ട്? ഞാൻ ചോദിക്കുന്നത്, ഈ എന്തിന്റെ പേരില P വിജയനെ സസ്പെൻഡ് ചെയ്തത്? എന്തിന്റെ പേരില സുജിത് ബാബുവിനെ സസ്പെൻഡ് ചെയ്തത്? എന്തിന്റെ പേരില മറ്റ് IPS ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്? സസ്പെൻഷൻ നിൽക്കട്ടെ, ADGP ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനെങ്കിലും തയ്യാറാണോ? എത്രയോ IPS IAS ഉദ്യോഗസ്ഥന്മാരെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഉല്ലാസ് ബാബുവിന് വിശദീകരിക്കാനുള്ള സമയമുണ്ട്. എനിക്കൊരു ചെറിയ ഇടവേള വേണം. രാജു പി നായർ, അരുൺകുമാർ 15 സെക്കൻഡ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിൽപ്പുണ്ടല്ലോ. ഇതിനകത്ത് എഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് ഉണ്ടല്ലോ. ഈ ADGP അവിടെ തന്നെ നിന്നുകൊണ്ട് അന്വേഷണം നടന്നാൽ അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് എവിടെയാണ് ഇവിടുത്തെ പരാതിക്കാർക്ക് നീതി കിട്ടാൻ പോവുക? അൻവറിന് പോലും നീതി കിട്ടില്ലല്ലോ.
അൻവറിന് പോലും നീതി കിട്ടിയിട്ടില്ല. ശരി, വ്യക്തമാണ്. അത് മറുപടി പ്രിയദർശൻ തമ്മിൽ പറയട്ടെ. എനിക്കൊരു ചെറിയ ഇടവേള വേണം. ഷോർട്ട് ബ്രേക്ക്. Debate with Arun Kumar.